പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ച് വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കാൻ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കാൻ. പഴം ഞാൻ തൊലിയൊക്കെ കളഞ്ഞതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂണോളം തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം മുഴുവനായിട്ട് നെയ്യോ അതല്ലെങ്കിൽ മുഴുവനായിട്ട് വെളിച്ചെണ്ണയോ എടുക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാഷ്യൂനട്ടിന് അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മുടെ പഴം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കൈപ്പിടിയോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷവും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴവും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചുകൂടെ കൊടുക്കാം. ഒന്നങ്ങ് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പഴം ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും എടുക്കട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 2 ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടുതലായി പോണ്ട, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ളൊരു നുള്ളു ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിതിലേക്കൊരു 3 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയതിന് ശേഷം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പകുതി ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴത്തിൻ്റെ കൂട്ടുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, മാവ് നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ശർക്കരപ്പാനി ബാക്കിയുള്ളത് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. ഒരുപാട് ലൂസാവരുത്, എന്നാൽ ഒരുപാട് കട്ടിയുള്ളൊരു മാവ് ആവരുത്. ഇപ്പം ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്ന മുഴുവൻ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണയൊക്കെ തടവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ചാണ് നമ്മളിത് ആവി കയറ്റി എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത്രയൊരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഒരുപാട് ലൂസും ആയി പോകരുതെന്നാൽ ഒരുപാട് തിക്കും ആവരുത്. തയ്യാറാക്കി എടുത്തിട്ടുള്ള മാവെല്ലാം തന്നെ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തട്ടി കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഇഡ്ഡലിച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലിച്ചെമ്പിൽ ഞാൻ കുറച്ച് നേരത്തെ തന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 3-4 മിനിറ്റൊക്കെ തന്നെ വേവിച്ചെടുത്താൽ മതിയാവും. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പലഹാരം റെഡിയായി കിട്ടും. പിന്നീട് ഒന്ന് ചൂടാറി വന്ന് കഴിയുമ്പോൾ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ പലഹാരം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു 4 മണി പലഹാരം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.